Hi, hello everyone. So once again, welcome back to Mahima's World. So ഇന്ന് ഞാൻ വീണ്ടും ഒരു മൂവി റിവ്യൂമായിട്ടാണ് എത്തിയിരിക്കുന്നത്. സോ ഇന്നിറങ്ങിയ നമ്മുടെ മമ്മൂട്ടിയുടെ പടം ടർബോ. സോ ടർബോ നല്ലൊരു പടമാണ്. അതാണ് ആദ്യം തന്നെ എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. ഞാൻ ഒത്തിരി റിവ്യൂസൊക്കെ കേട്ടിരുന്നു, മൂവി കൊള്ളത്തില്ല, അഴുക്ക് പടമാണ്. അപ്പം ആ ഒരു മനസ്സോടെയാണ് ഞാനും പോയത് മൂവി കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ലൊരു പടമാണ് ടർബോ. നമുക്ക് ഒട്ടും ബോറിംഗ് അല്ല. ഫ്രം ദ സ്റ്റാർട്ട് ടു ദ എൻഡ് നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട്, അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ കോമഡി ഉണ്ട് നന്നായിട്ട്. അങ്ങനെ നമ്മളെ എൻഗേജ്ഡ് ആക്കി ഇരുത്തുന്ന, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൂവി തന്നെയാണ്. അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്, ക്രൈം ഉണ്ട്, നല്ല ത്രില്ലിംഗ് ആണ്, അതോടൊപ്പം തന്നെ കോമഡി ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ തന്നെ പോയി കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്, പക്ഷെ നല്ലൊരു മൂവിയാണ്. അതിനകത്ത് ഒത്തിരി നല്ല നല്ല എലമെന്റ്സ് ഉണ്ട്, നല്ലൊരു സ്റ്റോറിയാണ്. പിന്നെ മമ്മൂക്ക ആണെങ്കിലും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, അവസാനമായിട്ട് ഇറങ്ങിയ പടം മോസ്ലർ ആയിരുന്നു. അതിൽ മമ്മൂട്ടിയുടെ നല്ലൊരു ഗസ്റ്റ് റോൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ത്രൂ ഔട്ട് വളരെ ഭംഗിയായിട്ട് മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. സോ വളരെ നാളുകൾക്ക് ശേഷം മമ്മൂക്കയുടെ നല്ലൊരു പടം വീണ്ടും കാണാനായിട്ട് സാധിച്ചു. അപ്പം ഞാനും പടം കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഇതിൽ പറയാനാണെങ്കിൽ, നമുക്ക് ക്യാമറ വർക്ക് പറയുകയാണെങ്കിൽ നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ ഷോട്ട്സും നന്നായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ടർബോ എന്നുള്ള പേര്, അപ്പം ആ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം മമ്മൂക്കയുടെ ഫൈറ്റ് സീൻസ് ഒക്കെ നല്ലൊരു പവറായിട്ട് മൊത്തം മൂവിങ് ആയിട്ടുള്ള ഷോട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. മൂവിങ് ഷോട്ട്സ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പക്ഷെ ആ മൂവിങ് ഷോട്ട്സ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ടർബോ എന്നുള്ള ഒരു പേരിൻ്റെ മീനിങ് പടത്തിൽ മൊത്തമായിട്ടും വന്നിട്ടുണ്ട്. അപ്പം നല്ലതാണ്. സിനിമാറ്റോഗ്രഫിയും ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട എനിക്ക് തോന്നിയൊരു കാര്യം, കോസ്റ്റ്യൂംസ്. അപ്പം ഹീറോയ്ക്കാണെങ്കിലും വില്ലനാണെങ്കിലും അതുപോലെ തന്നെ ബാക്കി എല്ലാ ആക്ടേഴ്സിനും അവരുടെ റോളിന് ചേരുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും കാണുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു കോസ്റ്റ്യൂമാണ് കൊടുത്തിരിക്കുന്നത്. കോസ്റ്റ്യൂമിൻ്റെ കളർ, ഡിസൈൻ എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് വളരെ നോട്ടീസ് ചെയ്തൊരു കാര്യമായിരുന്നു കോസ്റ്റ്യൂം. പിന്നെ അതിനകത്ത് നല്ല എടുത്തു പറയേണ്ട ഒരു റോള് ബിന്ദു പണിക്കരുടെ റോളാണ്. അതിൽ മമ്മൂക്കയുടെ അമ്മയായിട്ടാണ് ബിന്ദു പണിക്കർ വരുന്നത്. ശരിക്കും നന്നായിട്ടുണ്ട്. അതിൻ്റെ തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്നത്, രചന ചെയ്തിരിക്കുന്നത് നമുക്കറിയാം മിഥുൻ മാനുവൽ ആണ്. നന്നായിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ഒക്കെ റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഡയലോഗ്സ് ഒക്കെ നന്നായിട്ടുണ്ട്. ബിന്ദു പണിക്കർക്ക് കൊടുത്തിരിക്കുന്ന റോളും അവരുടെ ഡയലോഗ്സും അഭിനയം ഒക്കെ നന്നായിട്ടുണ്ട്. നമ്മളെ ഒത്തിരി എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു കോമഡിയൻ ക്യാരക്ടറാണ് ബിന്ദു പണിക്കർക്ക് കൊടുത്തിരിക്കുന്നത്. ആൻഡ് പിന്നെ നമുക്കതിൽ പറയാൻ പറ്റുന്നത്, തെലുങ്കിൽ നിന്നുള്ള സുനിൽ, പുള്ളിയെ നല്ലൊരു റോൾ പുള്ളിക്ക് നൽകിയിട്ടുണ്ട്. പുള്ളി ഒരു ഡോൺ എന്നുള്ള ഒരു രീതിയാണ്, പക്ഷെ ഒരു കൊമേഡിയൻ ക്യാരക്ടർ അങ്ങനെയാണ്. അതും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശബരീഷ് എത്തുന്നുണ്ട് അതിൽ, നല്ലൊരു റോളാണ്. പിന്നെ ഇതിൽ വില്ലനായിട്ട് എത്തുന്ന രാജ്പി ഷെട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മമ്മൂക്കയുടെ ഒക്കെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് പുള്ളിയും ആ ഒരു വില്ലൻ റോള് ചെയ്തിരിക്കുന്നത്. വില്ലൻ്റെ കോസ്റ്റ്യൂംസ് ആണ് എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഇഷ്ടപ്പെട്ടത്. നമ്മൾ യൂഷ്വലി കാണുന്നതിൽ നിന്ന് എപ്പോഴും വില്ലന്മാർ നല്ല കോട്ട് സൂട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ഇവിടെ ആ ഒരു തമിഴ്നാടൻ ടച്ചൊക്കെ കാണിക്കുന്ന രീതിയിൽ ഷർട്ടും മുണ്ടും കഴുത്തിലൊരു തോർത്തൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കോസ്റ്റ്യൂമാണ് രാജ്പി ഷെട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അത് നല്ലായിരുന്നു. പിന്നെ അതുപോലെ ഡയലോഗ്സ്, പുള്ളിയുടെ അഭിനയം എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് മൊത്തത്തിൽ മൂവി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒട്ടും ബോറിംഗ് ആയിട്ട് തോന്നത്തേ ഇല്ല. ഫസ്റ്റ് ഹാഫ് ഫൈറ്റ് സീൻസ് ഒക്കെ കുറച്ച് കുറവാണ്, പക്ഷെ നല്ല എലമെന്റ്സ് ഉണ്ട്, നല്ല സ്റ്റോറി ഉണ്ട്. അതുപോലെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് കൂടുതലായിട്ടും ഫൈറ്റ് ഒക്കെ വരുന്നത്. വളരെ മാസ്സായിട്ട് എടുത്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ഇത്രയും നല്ല മാസ്സായിട്ടുള്ള ഒരു പടം വളരെ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ഫുൾ മാസ്സായിട്ട് പണ്ടൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ഒരു നല്ലൊരു പടമാണ്. സോ എല്ലാവരും എന്തായാലും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും നമുക്കതിൽ എടുത്തു പറയത്തക്കാണ്. കാരണം നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ആ ഫൈറ്റ് സീൻസ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു എഫക്റ്റ് നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ നമ്മൾ പോയിട്ട് ആ പടം കാണണം. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഒത്തിരി പ്രാവശ്യം കാണാൻ പറ്റുന്ന അത്ര വലിയ നല്ലൊരു പടമാണെന്ന് ഞാൻ പറയത്തില്ല. എന്നാൽ ആവറേജ് മൂവിയല്ല, എബവ് ആവറേജ് ലെവലാണ്. നല്ലൊരു മൂവിയാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ എലമെന്റ്സും നമുക്ക് ത്രില്ലിംഗ് ആണ്. ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ക്ലൈമാക്സും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നാണ്.
സോ ഞാൻ എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണണമെന്ന് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. സോ ബൈ, താങ്ക് യു.